ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിലെ മംസാർ ബീച്ചിലേക്കാണ്. ബീച്ച് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ബീച്ചിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ മോൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവൾക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിൽ വെള്ളത്തിൽ കളിക്കണമെന്നൊന്നുമില്ല, അതിൻ്റെ സൈഡിലെ പൂഴികളില്ലേ, പൂഴിയിൽ ഇങ്ങനെ കോരി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ ബീച്ച് കാണാൻ എന്ത് രസമല്ലേ, എത്ര ശാന്തസുന്ദരമായ സ്ഥലം. അപ്പോൾ നമുക്ക് വെയിലൊന്നും കൊള്ളാതെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനെല്ലാം. അപ്പോൾ നമ്മളിവിടെ പോയ സമയത്ത് ഇവിടെ അധികം ആരും ഉണ്ടായിരുന്നില്ല, അങ്ങായിട്ട് കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോൾക്ക് ഈ ബീച്ചിലുള്ള പൂഴി കൊണ്ട് കളിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. ഈ സ്പൂണൊക്കെ, പൂഴി കോരി കളിക്കാനുള്ള സ്പൂണൊക്കെ എടുത്തിട്ടായിരുന്നു പോയത്. ഈ ബീച്ചിൽ പോയിട്ട് അവിടുത്തെ കാറ്റും കൊണ്ട് ആ കടലിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടിരിക്കാൻ ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു റിലാക്സേഷനാണ്. അപ്പോൾ കുറേ നേരം അവളുടെ കൂടെ മണ്ണൊക്കെ വാരി കളിച്ചു, പിന്നെ അവളെ ഹാപ്പി ആക്കി. അപ്പോൾ അതിനുശേഷം ഇതൊക്കെ കണ്ടിട്ട് അവളുടെ അച്ഛനും കൂടെ വന്നു പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ എന്താ മലയൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് നല്ലൊരു രസം തോന്നി. അപ്പോൾ ഒരുപാട് സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. അതിനുശേഷം അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോഴേക്കും സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളുടെ ഡ്രസ്സിലൊക്കെ നിറയെ പൂഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതൊക്കെ കഴുകാനും വൃത്തിയാക്കാനൊക്കെ അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി അതൊക്കെ ക്ലീനാക്കി അതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഈ സൂര്യൻ നല്ല ചുവന്ന് തൊടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോ എടുക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തു. അതിനുശേഷം ആകാശത്തേക്ക് നോക്കിയപ്പോൾ കുറേ പറവകളുണ്ട്, ഒരുമിച്ച് കൂട്ടമായിട്ട് ഇങ്ങനെ പറന്നു പോകുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.